പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി ആയിരിക്കണം മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ ഏറ്റവും ആദ്യം ഒരു 5 അക്കത്തിനെങ്കിലും പരാജയപ്പെടേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ആ സ്ഥാനാർത്ഥിയുടെ പേരാണ് ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യ ബോർഡിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ആ പരസ്യ ബോർഡിൽ എത്രയോ കോടി രൂപകളുടെ കണക്ക് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതുകൊണ്ട്, ഇത്രയും കോടി രൂപയുടെ വികസനങ്ങൾ നടത്തിയതുകൊണ്ട്, ആ വികസനം 10 വർഷങ്ങൾ, അതുകൊണ്ട് അടുത്ത തവണയും കടകംപള്ളി സുരേന്ദ്രനെ വിജയിപ്പിക്കണം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്ന് അവകാശപ്പെടുന്ന, അത് നടത്തിയാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇപ്പം ശ്രീകാര്യം ഫ്ലൈ ഓവറും ജംഗ്ഷൻ വികസനം 377 കോടി രൂപ എന്ന് പറയുന്നു. അത് ആ ഫ്ലൈ ഓവറിൻ്റെ പണി അവിടെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നതാണ്, നടക്കില്ല എന്ന് നമുക്കറിയാം. എന്തായാലും ഇത്രയേറെ വികസന പ്രവർത്തനങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ടെങ്കിലും ഈ സ്ഥാനാർത്ഥി ആയിരിക്കണം ആദ്യം പരാജയപ്പെടുന്നത് എന്ന് ആണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോടും കേരളത്തിലെ ജനങ്ങളോടും കഴക്കൂട്ടത്തെ വോട്ടർമാരോടും എനിക്ക് പറയാനുള്ളത്. ഈ പരസ്യ ബോർഡിൽ കാണുന്ന ഒരാളുടെ പടം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, മറ്റത് കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തനിക്കൊരു 3-ാം തവണ, എവിടെയൊക്കെയോ ബോർഡിൽ എവിടെയൊക്കെ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു, എന്താണ് കടകംപള്ളി അല്ലാതെ മറ്റാരുണ്ട് എന്ന്. സത്യത്തിൽ എനിക്ക് ആ പോസ്റ്റർ കണ്ടപ്പം ഞാനിങ്ങനെ ഓട്ടോറിക്ഷ പോകുമായിരുന്നു, ഓട്ടോറിക്ഷ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ഛർദ്ദിച്ചിട്ട് പോയാലോ എന്നെനിക്ക് തോന്നി. അത്രയ്ക്ക് ഒരു ഫീലാണ് എനിക്ക് ആ പോസ്റ്റർ കണ്ടപ്പം എനിക്ക് തോന്നിയത്. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ചോദിക്കും, ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഇയാൾ എന്തുകൊണ്ട് തോൽക്കണം എന്ന് ഞാൻ പറയുന്നു എന്ന്. ഇയാൾ എന്താണ് അവകാശപ്പെടുന്നതെന്ന് അറിയാമോ? ഞാൻ ഇത്രയും വികസന പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊരു ലൈംഗിക ആഭാസനാണെങ്കിലും സ്ത്രീകളെന്നെ ചെരുപ്പൂരി അടിക്കണമെന്ന് പറഞ്ഞാലും അതെല്ലാം മറന്നിട്ട് ഈ വികസന പ്രവർത്തനം ഞാൻ നടത്തിക്കൊണ്ട് എന്നെ ജയിപ്പിക്കണം എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. അവിടെ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനോട് കഴക്കൂട്ടത്തെ വോട്ടർമാർ പറയണം, കഴിയില്ല, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെപ്പോലൊരു ലൈംഗിക ആഭാസനെ വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് കേരളത്തിലെ കഴക്കൂട്ടത്തെ വോട്ടർമാർ പറയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഇയാളെ യഥാർത്ഥത്തിൽ ഇയാളെ തോൽപ്പിക്കാൻ 2 കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, നമുക്കറിയാമല്ലോ, കേരളത്തിൽ കഴിഞ്ഞ 5-6 മാസക്കാലമായി ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ശബരിമല പെരുങ്കൊള്ള. ആ ശബരിമല പെരുങ്കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആൾ കടകംപള്ളി സുരേന്ദ്രനാകണം എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ സർക്കാർ ഇയാളെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ശബരിമല പെരുങ്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ കടകംപള്ളി സുരേന്ദ്രൻ അയാളുടെ ഓഫീസിലെ സ്വകാര്യ മുറിയിൽ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ചിത്രം നമ്മൾ കണ്ടു. ഇയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബാംഗ്ലൂരിലെ വിമാനത്താവളത്തിൽ സ്വകാര്യ സംഭാഷണം നടത്തുന്ന ചിത്രം നമ്മൾ കണ്ടു. ഇയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മകന് നൂലുകെട്ടിന് മന്ത്രിയായിരുന്നപ്പോൾ അയാളുടെ വീട്ടിൽ ചെല്ലുന്നത് നമ്മൾ കണ്ടു. ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഉപഹാരങ്ങളുമായി മന്ത്രിയായിരുന്നപ്പോൾ പരിവാരങ്ങളുമായി വീട്ടിൽ ചെല്ലുന്നത് നമ്മൾ കണ്ടു. ശബരിമല പെരുങ്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്നു ഈ കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്തതും നമ്മൾ കണ്ടു. എന്നാൽ പിണറായി സർക്കാർ തൻ്റെ ചിറകിനടിയിൽ വെച്ച് സംരക്ഷിക്കുന്നതുകൊണ്ടാണ് ഇയാൾ അറസ്റ്റിലായി പോകാത്തതെന്ന് ആർക്കാണ് സുഹൃത്തുക്കളെ അറിയാൻ പാടുള്ളത്? അപ്പോൾ അങ്ങനെ ശബരിമല പെരുങ്കൊള്ളയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകേണ്ടിയിരുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് എന്ന് ഈ മണ്ഡലത്തിലെ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ ആലോചിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. പിണറായി വിജയൻ്റെ സംരക്ഷണം ഇല്ലായിരുന്നുവെങ്കിൽ ഇയാൾ എന്നേ അഴിക്കുള്ളിലാകുമായിരുന്നു. പത്മകുമാറിനെ പോലെ
അപ്പോൾ കേരളത്തിലെ ഹിന്ദു സമുദായത്തിൽ പെരുന്ന ലക്ഷക്കണക്കിന് പേരുടെ മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമലയിലെ ശ്രീകോവിലിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചുകൊണ്ടുപോയ ഗൂഢാലോചനയിൽ ഈ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ടെന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നു. അങ്ങനെ പിണറായി സർക്കാരിൻ്റെ ഒരു കനിവും കാരുണ്യവും കൊണ്ട് മാത്രം ശബരിമല പെരുങ്കൊള്ളയിൽ ജയിലിൽ പോകാതിരുന്നൊരു മനുഷ്യനാണ് ഇയാളെന്നുള്ളത് ഈ മണ്ഡലത്തിലെ വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് ആലോചിക്കണമെന്ന് എനിക്ക് സൂചിപ്പിക്കും. രണ്ടാമത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ 2020 പുറത്തു വന്ന സ്വർണ്ണക്കള്ളക്കടത്ത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഗ്രീൻ ചാനലിൽ കൂടെ 30 കിലോ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന സ്വപ്ന സുരേഷിന് ഓർമ്മയില്ലേ സുഹൃത്തുക്കളെ നിങ്ങൾക്ക്? സ്വപ്ന സുരേഷ്, ആ സ്വപ്ന സുരേഷ് എന്നോട് എൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പത്രസമ്മേളനത്തിൽ ഇയാളെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ അറയ്ക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് സ്വപ്ന സുരേഷ് അന്ന് പറഞ്ഞത്? ചെറുപ്പക്കാരി പെണ്ണുങ്ങളുള്ള വീട്ടിൽ ഇയാളെ കയറ്റാൻ കൊള്ളില്ലെന്നാണ് സ്വപ്ന സുരേഷ് അന്ന് എന്നോട് പറഞ്ഞത്. ഡു യു ലൈക്ക് ടു ടച്ച് ഡർട്ട് എന്നാണ് എന്നോട് ചോദിച്ചത്. ആ മാലിന്യത്തെ തൊടാൻ സാറിന് താല്പര്യമുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത്. ചെരിപ്പൂരി അടിക്കണം എന്നാണ് പറഞ്ഞത് ആ വനിത. ഇയാളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല. പുറത്ത് പറഞ്ഞാൽ വലിയ നാണക്കേടായി പോകും. ഇയാളൊരു ലൈംഗിക ആഭാസനാണ് എന്നതിൻ്റെ തെളിവുകളാണ് അന്ന് സ്വപ്ന സുരേഷ് ഇൻ്റർവ്യൂവിൽ എന്നോട് പറഞ്ഞത്. സ്വപ്ന സുരേഷിനെ ആദ്യം ഏതോ ഒരു കടയുടെ ഉദ്ഘാടന ചടങ്ങിന് കണ്ടപ്പോൾ ഇയാൾ പോയി തോളെ കൈയിട്ടു, അവർ തട്ടി മാറ്റിയെന്നാണ് എന്നോട് പറഞ്ഞത്. അന്നങ്ങനെ തോളിൽ കൈയിടുമ്പോൾ ഇയാൾ ദേവസ്വം മന്ത്രിയായിരുന്നു. സ്ത്രീകളെ കണ്ടാൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നൊരു മനുഷ്യനാണ് ഇയാളെന്നാണ് സ്വപ്ന സുരേഷ് എന്നോട് പറഞ്ഞത്. ചെറുപ്പക്കാരി പെൺകുട്ടികളുള്ള വീട്ടിൽ ഇയാളെ കയറ്റാൻ കൊള്ളില്ല എന്നാണ് സ്വപ്ന സുരേഷ് എന്നോട് പറഞ്ഞത്. അത് പറയുമ്പോൾ ഇയാൾ ആരാ? ഇയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, ഇയാൾ മന്ത്രി. അപ്പോൾ മന്ത്രിയായിരിക്കുമ്പോൾ പോലും സ്ത്രീകളെ കണ്ടാൽ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു ലൈംഗിക ആഭാസനാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ. അയാൾക്ക് എന്ത് അർഹതയാണ് ഇവിടെ മൂന്നാം പ്രാവശ്യം മത്സരിക്കാനുള്ളത്? പക്ഷേ കേരളത്തിലെ CPM ഈ ജീർണതയുടെ ചെളിക്കുണ്ടിൽ ചാണകക്കുഴിയിൽ കിടക്കുന്നതുകൊണ്ടാണ് CPM ഇയാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നുവെങ്കിൽ VS അച്യുതാനന്ദൻ ഇയാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തവൻ്റെ കരണക്കുറ്റി അടിച്ച് പോയിക്കുമായിരുന്നു. നമ്മൾ ഓർക്കുന്നില്ലേ 2006 അന്നൊരു IAS-കാരിയോട് എന്തോ മോശമായി പെരുമാറിയുന്ന ഒരു ആരോപണം വന്നപ്പോൾ നീലലോഹിതദാസൻ നാടാരോട് മത്സരിക്കരുത് എന്ന് പറഞ്ഞ ആളാണ് VS അച്യുതാനന്ദൻ. സ്ത്രീപീഡനം നടത്തുന്ന നരാധമന്മാരെ കയ്യാമം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമെന്ന് പറഞ്ഞ ആളാണ് VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഇതുപോലെ സ്ത്രീകളോട് പെരുമാറിയിരുന്നെങ്കിൽ VS കുത്തിരി പിടിച്ച് കരണം അടിച്ച് പോയിക്കുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ VS നമ്മളെ വിട്ട് പോയി സുഹൃത്തുക്കളെ. അതുകൊണ്ട് VS ചെയ്യുമായിരുന്ന ആ പ്രവർത്തനം കഴക്കൂട്ടം മണ്ഡലത്തിലെ വോട്ടർമാർ നിർവഹിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇയാളെ സ്ഥാനാർത്ഥിയാക്കി കിട്ടിയത് കഴക്കൂട്ടത്തെ വോട്ടർമാർ ഒരവസരമായി കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ത്രീകൾ ഇയാൾക്കൊരു തവണയും കൂടി ഇയാൾക്ക് അവസരം കൊടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ആത്മാഭിമാനമുള്ളവരാണ് കഴക്കൂട്ടത്തെ വോട്ടർമാരെങ്കിൽ ഇയാൾക്ക് ഒരു സ്ഥാനവും കൂടി കൊടുക്കരുത്. കാരണം ഇയാൾ ശബരിമല പെരുങ്കൊള്ളയിലെ പ്രതിയാണെന്നും ജയിലിൽ പോകേണ്ട ആളാണെന്നും കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നു. ഇയാളൊരു ലൈംഗിക ആഭാസനാണ് എന്ന് കേരളത്തിലെ സ്ത്രീകൾ വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് സ്വപ്ന സുരേഷ് ഇയാളെക്കുറിച്ച് പറഞ്ഞത് 3 വർഷങ്ങൾക്ക് മുമ്പ്? എന്തൊക്കെയാണ് പറഞ്ഞത് അവർ പറഞ്ഞു 3 വർഷം കഴിഞ്ഞിട്ടും ഇയാൾക്ക് സ്വപ്ന സുരേഷിനെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കാനുള്ള ആർജവം ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കളെ? സ്വപ്ന സുരേഷ് ഇയാളെക്കുറിച്ച് പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇയാൾ സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കണ്ടേ? സ്വപ്ന സുരേഷ് അന്ന് വെല്ലുവിളിച്ചു എന്നോട് പറഞ്ഞു, സാർ ഇയാൾ മാനനഷ്ട കേസ് കൊടുത്താൽ ഇയാൾ എനിക്ക് അയച്ച ലൈംഗിക ചുവയുള്ള വാട്സാപ്പ് ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അതൊക്കെ കോടതിയിൽ ഞാൻ ഹാജരാക്കും സാർ എന്നോട് സ്വപ്ന സുരേഷ് പറഞ്ഞതാണ്. അങ്ങനെയുള്ളൊരു ലൈംഗിക ആഭാസനെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി ആലോചിച്ച് നോക്കണം. നമ്മൾ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കി കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കുക സുഹൃത്തുക്കളെ. അതുകൊണ്ട് കഴക്കൂട്ടത്തെ വോട്ടർമാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണാവസരമാണ് ഇയാളുടെ സ്ഥാനാർത്ഥിത്വം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കഴക്കൂട്ടം മണ്ഡലത്തിലെ ആത്മാഭിമാനമുള്ള വോട്ടർമാർ 5 അക്കത്തിൽ ഇയാളെ തോൽപ്പിച്ച് വീട്ടിലിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഇയാൾക്ക് കൊടുക്കാനുള്ള ഫിറ്റിംഗ് ആയിട്ടുള്ള റിപ്ലൈ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മെയ് 4-ാം തീയതി വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ആദ്യം തോറ്റു 5 അക്കത്തിന് ഒരു 25,000 വോട്ടിനെങ്കിലും തോറ്റു എന്ന് നമ്മൾ ആദ്യം കേൾക്കേണ്ടത് കടകംപള്ളി സുരേന്ദ്രൻ്റെ പേരായിരിക്കണം എന്നാണ്
എനിക്ക് ബഹുമാനപ്പെട്ട കഴക്കൂട്ടം മണ്ഡലത്തിലെ എൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരോട് എനിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്.